എവ്രി വൺ വെൽക്കം ബാക്ക്. സോ ഈ വീക്കെൻഡ് ഞാനും ഹസ്ബൻഡും കൂടെ ചുമ്മാ ഒരു സ്റ്റേക്കേഷന് പോയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ആക്ച്വലി. അതിൻ്റെ ഒരു വ്ളോഗ് വരുന്നുണ്ട്. ബട്ട് ആ സമയത്ത് ഞാൻ സ്കിൻ കെയർ പാക്ക് ചെയ്തപ്പോഴാണ് എൻ്റെ കയ്യിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ടെന്ന് അറിഞ്ഞത്. നമുക്കതൊന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് പ്രോഡക്ട്സ്. ഞാൻ പാക്ക് ചെയ്യാനും കൂടെ തുടങ്ങിയപ്പോഴാണ് കുറേ സാധനങ്ങൾ കയ്യിലുണ്ട്, തീരുന്നു അങ്ങനെയൊക്കെയുണ്ട്. എന്നാലും നോട്ട് ഓൾ ഓഫ് ദം ആർ റിയലി ഗ്രേറ്റ്, ബട്ട് ഓക്കെ കൈൻഡ് ഓഫ്. പിന്നെ നല്ലതുമുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ പോലെ ഞാൻ ഈ പ്രൊഡക്ട്സിൻ്റെ എൻ്റെ ഫീലിംഗ് പറയാം. സോ ഫസ്റ്റ് വൺ ഇസ് ദിസ് പ്ലമ്മിൻ്റെ ഈ നിയാസിനമൈഡ് സീറം. ഇറ്റ്സ് എ ഗുഡ് പ്രോഡക്റ്റ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, ഹസ്ബൻഡും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് റിലീസ് ചെയ്ത സമയം തൊട്ട് ഞാൻ റിപ്പീറ്റഡ്ലി വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് കൊളാബിൻ്റെ ഭാഗമായിട്ടൊക്കെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. നിയാസിനമൈഡിനെ കുറിച്ച് ചോദിക്കുന്നവർക്ക് ഇപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. സോ ഇഫ് യു ആർ ന്യൂ ടു നിയാസിനമൈഡ്, യു വാണ്ട് ടു ട്രൈ സംതിങ് ദാറ്റ് ഇസ് റിയലി ഗുഡ്, ഗോ ഫോർ ദ പ്ലം നിയാസിനമൈഡ് സീറം. ഇറ്റ് വിൽ നോട്ട് ഡിസപ്പോയിൻറ്റ് യു. കേക്കും ഒരു നിയാസിനമൈഡ് ഉണ്ട്, പക്ഷേ ഇത് സ്ട്രോബെറി ബ്രൈറ്റ് 10% നിയാസിനമൈഡ് ഫേസ് സീറം. ഇതിനൊരു പിങ്കിഷ് കളറിലാണ് ഇതിൻ്റെ സീറം വരുന്നത്. ഇറ്റ്സ് നോട്ട് പ്യുവർലി വൈറ്റ്. ഒരു തരം സിൽക്കി ടെക്സ്ചറാണ്. ഇറ്റ്സ് എ ഗുഡ്. ഞാനത് ഓൾട്ടർനേറ്റ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. നിയാസിനമൈഡ് സംതിങ് ദാറ്റ് യു ക്യാൻ മിക്സ് വിത്ത് എനി പ്രോഡക്റ്റ് ബിക്കോസ് ഇത് ആക്റ്റീവ് അല്ല. സോ ആ നിലയ്ക്ക് ഇറ്റ്സ് എ ഗുഡ് വൺ. പിങ്ക് കളർ ഇപ്പോൾ ചില ആൾക്കാർക്ക് കളർലെസ് ആയിട്ട് അങ്ങനെ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. ഫോർ മീ ദാറ്റ്സ് നോട്ട് പേഴ്സണലി എ പ്രോബ്ലം. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ബഞ്ച് ഓഫ് ഇൻഗ്രീഡിയൻസ് ഓൾസോ. സോ ഞാൻ നിയാസിനമൈഡ് ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. സ്കിന്നിന് ബ്രേക്ക്ഔട്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൻഡ് ഐ ഡു ലൈക്ക് ദ പാക്കേജിങ് ഓൾസോ. ഗ്ലാസ് പാക്കേജിങ് പ്രിറ്റി ഫാൻസി. ഡോട്ട് ആൻഡ് കീയുടെ വൺ ഓഫ് ദ ഗുഡ് പ്രൊഡക്ട്സ് ആയിട്ട് ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാവുന്ന പ്രോഡക്റ്റാണിത്. പിന്നെ ഉള്ളത് ഫോക്സ്ടെയിലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. ഇത് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് ഓയിലി സ്കിന്നാണ്, സോ ഹീസ് ഓൾസോ യൂസിങ് ഇറ്റ് ആൻഡ് ഹീ ലൈക്സ് ഇറ്റ് വെരി മച്ച്. ഓയിൽ ബാലൻസിങ് മോയ്സ്ചറൈസർ, ഓയിൽ ഫ്രീ ജെൽ ഫോമുല, നിയാസിനമൈഡ്, അസലൈക് ആസിഡ്, പേൾസ് ആൻഡ് സിക്ക എക്സ്ട്രാക്ട്സ്. സോ ഇത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഐ ലൈക്ക് ഇറ്റ്. ഞാൻ കുറച്ച് പേടിച്ചിട്ടാണ് ഉപയോഗിച്ച് തുടങ്ങിയത്, ബ്രേക്ക്ഔട്ട്സോ അങ്ങനെ എന്തെങ്കിലും വരുമോ എന്നുള്ളത്. പക്ഷേ അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. എവറി നൈറ്റ് ഐ യൂസ് ഇറ്റ്. ഭയങ്കര ഓയിൽ ഫ്രീ ആണ്. മോർണിംഗ് മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കാം, ഡേ ടൈം യൂസ് ചെയ്യാം, നൈറ്റ് ടൈം ഉപയോഗിക്കാം. ആൻഡ് പാക്കേജിങ് കുറച്ച് ട്രിക്കിയാണ്. ഇങ്ങനെ ഇത് ഊരി എടുത്തിട്ട് ഇത് കളയരുത്, തിരിച്ച് ഫിക്സ് ചെയ്ത് വെക്കണം. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ കെയർഫുൾ ആവേണ്ട ഒരു സ്റ്റെപ്പ്. ഇറ്റ് ഡസൻ മേക്ക് യുവർ സ്കിൻ ഫീൽ ഇങ്ങനെ ഭയങ്കര മാറ്റ് നോക്കും ഞാൻ പറയുന്നില്ല, പക്ഷേ ഓയിലിനെസ് ഇല്ലാത്തൊരു മോയ്സ്ചറൈസേഷൻ തരും. ആൻഡ് ഓൾസോ ഐ ലൈക്ക് ദ പേൾസ്. കാണാനും ഭയങ്കര ഫാൻസിയാണ്, യൂസ് ചെയ്യാൻ രസമാണ്. പിന്നെ ലാക്മേയുടെ ലിപ്പ് മാസ്ക്. ദിസ് ഇസ് ഓക്കെ, കുഴപ്പമില്ല. ഇതൊരു ശരിക്കും ഒരു തിക്ക് ലിപ് ബാം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ലെനീഷിൻ്റെ മാസ്കുമായിട്ടൊന്നും ഒബ്വിയസ്ലി കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഡെയിലി. ഇതായിപ്പം ഇത്രയും വരെ എത്തി. ഇറ്റ്സ് ഗുഡ്, ഡീസൻ്റ് ആണ്. ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലിപ്സ് ഫീൽ ഓക്കെ, ഹൈഡ്രേറ്റഡ്. ബട്ട് അത് ലോങ് ലാസ്റ്റിംഗ് ഇഫക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇത്രയും നാൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ലിപ്സിനൊരു ഡ്രൈനെസ് ഉണ്ട്. ബട്ട് ഓവർനൈറ്റ് ഡ്രൈനെസ് ഒഴിവാക്കാൻ തീർച്ചയായിട്ടും ഇത് സഹായിക്കും. ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഐ മൈറ്റ് റീപർച്ചേസ് ദിസ്. ഭയങ്കര മിറാക്കുലസ് എക്സ്പെക്റ്റേഷൻ ഒന്നും എനിക്കില്ല. ബട്ട് യാ, ദിസ് ഇസ് നോട്ട് ഡിസപ്പോയിൻറ്റിങ് മീ. നെക്സ്റ്റ് ഇസ് ദ ഫോക്സ്ടെയിൽ സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ. സോ ഇത് സെക്കൻഡ് ടൈം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരിക്കൽ ഞാനത് തന്നെ നൈറ്റ് ടൈം മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വൈറ്റമിൻ സി, നിയാസിനമൈഡ് ആൻഡ് പെപ്റ്റൈഡ്സ് ആർ ഓൾസോ ദെയർ. ബട്ട് ഇതിന് എപ്പോഴും വരുന്നൊരു പ്രോബ്ലമാണ് ഈ ഫോക്സ്ടെയിലിൻ്റെ പ്രോഡക്ട്സിന്. അവരുടെ ഡിസ്പെൻസർ എനിക്ക് ഒരിക്കലും മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല. ഇവിടെ താഴത്തെ ഹോള് പിന്നൊക്കെ ഇട്ട് കുത്തി എയറൊക്കെ റിലീസ് ചെയ്ത്, സത്യം പറഞ്ഞാൽ അത്ര എക്സ്ട്രാ സ്റ്റെപ്പൊന്നും എടുക്കാൻ എനിക്ക് തോന്നാറില്ല. ഇത് ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യും, കാരണം ഇത് ഓൾമോസ്റ്റ് ഫുള്ളുണ്ട്. ബട്ട് എന്തോ സംഭവം ഇറ്റ് കിൽസ് ദ ഫൺ ഫോർ മീ. ഫോക്സ്ടെയിലിന് ഇത് എപ്പോഴും വരുന്നൊരു കാര്യമാണ്. ഐ ഡോണ്ട് നോ വൈ ദേ ആർ നോട്ട് ടേക്കിംഗ് കസ്റ്റമർ റിവ്യൂസ് വെരി സീരിയസ്ലി. അതുകൊണ്ട് എനിക്കിത് റെക്കമെൻഡ് ചെയ്യാൻ വലിയ താല്പര്യമില്ല. അതേസമയം ഈ മോയ്സ്ചറൈസർ നല്ലതാണ്. കൊസീക്കിൻ്റെ 2% മോയ്സ്ചറൈസർ വിത്ത് സിറാമൈഡ് ആൻഡ് പെപ്റ്റൈഡ്. ഒരു ഡ്രൈ ഡീഹൈഡ്രേറ്റഡ് സ്കിന്നും നല്ലതാണ്. ഞാനിതിപ്പോൾ സെക്കൻഡ് ടൈമാണ് പർച്ചേസ് ചെയ്യുന്നത്. ഞാൻ യാത്രയൊക്കെ പോകുമ്പോഴും മോയ്സ്ചറൈസർ മാത്രമായിട്ടൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത്, ജസ്റ്റ് ഫേസ് വാഷ് മോയ്സ്ചറൈസറായിട്ട് കൊണ്ടുപോകുമ്പോൾ ദിസ് ഇസ് വാട്ട് ഐ ക്യാരി. എന്തെങ്കിലും സ്കിൻ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും ദിസ് ഇസ് ഗുഡ് ഇനഫ്. ഒരു പ്രോപ്പർ ഒരു മാറ്റിഫൈങ് ഫീലുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിന്നിനും നോർമൽ സ്കിന്നിനും വളരെ നല്ലതാണ്. എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെങ്കിൽ മേ ബി ദിസ് വോണ്ട് ബി സ്ട്രോങ് ഇനഫ് ഫോർ യു, ബട്ട് അതർവൈസ് ഇറ്റ്സ് എ ഗുഡ് വൺ. ആൻഡ് ഭയങ്കര ഭംഗിയുള്ള പാക്കേജിങ്ങോ അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ മോയ്സ്ചറൈസർ, ബട്ട് ഇറ്റ് ഡസ് ദ ജോബ് റിയലി വെൽ. പിന്നെ എൻ്റെ എനിക്ക് പരിചയമുള്ള ഒരു കോസ്മെറ്റോളജിസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ പിക്ക് ചെയ്തതാണ് ഈ ഹൈഫൻ ഡേ ക്രീം. ഞാൻ കംപ്ലീറ്റ് ചെയ്തു ആക്ച്വലി. സിറാമൈഡ് റിച്ച് പില്ലോ ക്രീം. സോ ദിസ് ഇസ് ഫോർ ഡ്രൈ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ. ഇതിനകത്ത് സിറാമൈഡ് ഉണ്ട്, പാന്തനോൾ ഉണ്ട്, ബീറ്റാ ഗ്ലൂക്കൻ, ഷിയ ബട്ടർ, 7% നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ടേഴ്സ്, NMF ആൻഡ് ഹാർട്ട് ലീഫ് എക്സ്ട്രാക്ട്. ഇതും കൊസീക്കും എനിക്ക് ഏതാണ്ട് ഒരുപോലെയാണ് തോന്നുന്നത്. ഹൈഫൺ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരുന്നു. ആ സമയത്ത് ഐ ഗോട്ട് ഇൻ എ ഗുഡ് ഡീൽ. പിന്നെ സ്കിന്നിന് നല്ലതായിരുന്നു. എൻ്റെ മാരേജിൻ്റെ തൊട്ട് മുന്നത്തെ സമയത്തായിരുന്നു സ്കിൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്സൊക്കെ ആയിട്ട് ബ്രേക്കൗട്ടൊക്കെ ആയിരുന്നു. സോ യെസ്, നല്ല രീതിയിൽ സ്കിന്നിൽ വർക്ക് ചെയ്തു. പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാനത് റീപർച്ചേസ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇൻസ്റ്റഡ് കൊസീക്കിൻ്റെ മോയ്സ്ചറൈസർ ഓൾമോസ്റ്റ് സിമിലർ ഇൻഗ്രീഡിയൻസ് ആണ്. സോ അതായിരിക്കാം എൻ്റെ പ്രിഫറൻസ് എന്ന് തോന്നുന്നു.
പിന്നെ ഞാൻ ട്രൈ ചെയ്തത് സോൾട്ട് ലാബ്സ് എന്നുള്ള ബ്രാൻഡിൻ്റെ, എൻ്റെ അടപ്പ് പോയി കേട്ടോ, സൂപ്പർ ചാർജ് പെപ്റ്റൈഡ് സീറം ജെല്ലി. ഒരു ബ്ലൂ കളറിലാണ് ഇതിരിക്കുന്നത്. പെപ്റ്റൈഡ് ജെല്ലിയാണ്. ഞാൻ ഇതും നിയാസനമൈഡ് മോയ്സ്ചറൈസറുമാണ് മിക്കവാറും ദിവസങ്ങളിൽ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഇത് തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ ധാരണയില്ല പെപ്റ്റൈഡ് എങ്ങനെ പോകും എന്നുള്ളത്. ഞാൻ കാരണം ഫുള്ളി ഫ്ലെഡ്ജ് പെപ്റ്റൈഡ് പ്രോഡക്ട്സ് അതിന് മുന്നേ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇറ്റ് വാസ് ഓൾ ഗുഡ്. ഇറ്റ്സ് വെരി കാമിങ് ഓൺ മൈ സ്കിൻ ആൻഡ് ബ്രേക്കൗട്ട്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞാൻ നൈറ്റ് ടൈമിലാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അടപ്പിപ്പോൾ കളഞ്ഞു പോയിട്ട് ഏതാണ്ട് 2 ആഴ്ചയോളം ആകുന്നു. ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും മിനിമം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഫിനിഷിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. റീപർച്ചേസ് സോൾട്ട് ലാബ്സിൻ്റെ പ്രോഡക്ട്സ് ആർ വെരി പ്രോമിസിങ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് പെപ്റ്റൈഡിൻ്റെ ഒരു പ്രോപ്പർ പ്രോഡക്റ്റ് കണ്ടെത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി റീപർച്ചേസ് ദിസ് ബിക്കോസ് ഐ ഡിഡ് ലൈക്ക് ദ ഫീൽ. എൻ്റെ സ്കിൻ കുറച്ച് ഡീഹൈഡ്രേറ്റഡ് ആണ്, ഓയിലിയാണ്, പക്ഷേ ഡൾനെസ് ഇല്ലാതെ സ്കിൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഐ ഡു ലൈക്ക് ഇറ്റ്. ബട്ട് ഒരു ബെറ്റർ ഓപ്ഷൻ ഓർ വേറൊരു ബ്രാൻഡ് വന്നാൽ ചിലപ്പോൾ ഞാൻ മാറ്റി വാങ്ങിക്കും. കാരണം എനിക്കിങ്ങനെ പല ബ്രാൻഡ്സ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബ്രേക്കൗട്ട്സ് വന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ് ഇത് ഡെർമാക്കോയുടെ ഹൈപ്പോക്ലോറസ് ആൻറ്റി ആക്നെ ഹൈഡ്രേറ്റിംഗ് സ്പ്രേ. ഗ്ലിസറിൻ, അലൻറ്റോയിൻ ഒക്കെ ഉണ്ട്. സോ ദിസ് ഇസ് ഗുഡ്. പക്ഷേ ഇത് ആക്ച്വലി ഇപ്പോഴും നല്ല ക്വാണ്ടിറ്റിയിൽ ബാക്കിയുണ്ട്. എന്ന് രാത്രിയൊന്നും ഞാൻ അപ്ലൈ ചെയ്യാറില്ല, കാരണം എനിക്ക് അങ്ങനെ സ്കിൻ ബ്രേക്കൗട്ട്സ് റെഗുലർലി വരുന്നില്ല. പക്ഷേ ഇത് ഞാൻ ബേസിക്കലി ചെയ്യുന്ന ഫേസ് വാഷ് ചെയ്തതിന് ശേഷം അതൊക്കെ വൈപ്പ് ചെയ്തിട്ട് ഇത് സ്പ്രേ ചെയ്തിട്ട് 2-3 മിനിറ്റ്സ് മുഖത്ത് വെച്ചിരിക്കും. അപ്പോൾ ഇത് അബ്സോർബ് ആവും. അതിനുശേഷം ഞാൻ എൻ്റെ ബാക്കി സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കും. ബട്ട് ഐ ഡു തിങ്ക് ദാറ്റ് ബോഡി ആക്നേക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. സോ ഫേസ് മാത്രമല്ല ബോഡിയിലും എല്ലാം ഇത് ശരിക്കും പക്ക സ്പ്രേ മെക്കാനിസമാണ്. ആൻഡ് ഇങ്ങനത്തെ സ്പ്രേകൾ ഐ തിങ്ക് ഉള്ളി ഫ്യൂ ബ്രാൻഡ്സ് ഹവ് റിലീസ് സോ ഫാർ. സോ ആ നിലയ്ക്ക് ദിസ് എ ഗുഡ് വൺ. ആൻഡ് ഡെർമാക്കോയ്ക്ക് ഒരുപാട് നല്ല പ്രോഡക്ട്സ് ഉണ്ട്. സോ ഫേസ് ആൻഡ് ബോഡി ആക്നെ ഉള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു സ്പ്രേ ആണിത്. ഇത് ഐ ക്യാൻ ഷോ യു. ഇങ്ങനെ അതൊരു മിൽക്കി കളർ ഉണ്ടെങ്കിലും അത് വാട്ടർ പോലെ തന്നെ ഫീൽ ചെയ്യുള്ളൂ. സോ ദിസ് എ വെരി കംഫർട്ടബിൾ പ്രോഡക്റ്റ് ദാറ്റ് വേ. ബട്ട് നല്ല ക്വാണ്ടിറ്റിയാണ്. ഇത്രയും ക്വാണ്ടിറ്റി 200 ml എത്ര പെട്ടെന്നൊന്നും ഉപയോഗിച്ച് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദെൻ ദർ ഇസ് എ കോൺഷ്യസ് കെമിസ്റ്റ് പീച്ച് സൺസ്ക്രീൻ. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ള സൺസ്ക്രീനാണിത്. യൂസസ് ഇറ്റ് ഡെയിലി. ഓയിലി സ്കിന്നാണ്, കേരളത്തിലാണ്, അപ്പോൾ അത്യാവശ്യം സണ്ണി വെതറൊക്കെയാണ്. പക്ഷേ ദിസ് ഇസ് ഗുഡ്. അത്ര ഹ്യൂമിഡായിട്ട് ഫീൽ ചെയ്യില്ല. ഫേസിൽ അപ്ലൈ ചെയ്യാൻ, ഫേസ് ആൻഡ് നെക്കിൽ അപ്ലൈ ചെയ്യുന്നു. സോഫാർ പ്രോബ്ലം ഒന്നുമില്ല. ദിസ് വൺ കണ്ടെയ്ൻസ് വൈറ്റമിൻ സി, റൈസ് വാട്ടർ ആൻഡ് പീച്ച്. വൈറ്റമിൻ സിയുടെ റിയാക്ഷൻസ് അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. ദിസ് എ ഗുഡ് വൺ. ഞാൻ പൊതുവെ സൺസ്ക്രീൻസ് ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇതിനെനിക്ക് കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഇഫ് ഇറ്റ്സ് ലൈക്ക് റെസ്റ്റ് ഓഫ് ദ ലൈഫ് ഇനി വേറെ സൺസ്ക്രീൻ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല, ഇതേ പറ്റുള്ളൂ എന്ന് റൂൾ വന്നാലും ഐ വിൽ ബി ഓക്കെ വിത്ത് ഇറ്റ്. എനിക്ക് പരാതിയൊന്നും ഉണ്ടാവില്ല. ദിസ് ഇസ് ലൈക്ക് എ ഗുഡ് വൺ. എൻ്റെ ഒരു ഓയിലി സ്കിൻ പിടിച്ച് നിൽക്കുന്നുണ്ട്. ദെൻ ഐ ഹാവ് ദീസ് 2 products ഫ്രം ക്വെഞ്ച്. ഒന്ന് അണ്ടർ ഐ ജെല്ലും ഒന്ന് ലിപ്പ് ഓയിലുമാണ്. അണ്ടർ ഐ ജെൽ ഞാൻ റീപർച്ചേസ് ചെയ്തു, കാരണം ഈ ഒരു പ്രൈസിന് ഒരു നല്ല പ്രോഡക്റ്റാണ്. വൈറ്റമിൻ സി ബേസ്ഡ് ആണ്. എപ്പോഴും ഈ ഡാർക്ക് സർക്കിൾസ് ഒന്നും അറിയാമല്ലോ, നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോവില്ല. അതൊരു ഡയറ്റോ അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യമൊക്കെയാണ്. അപ്പോൾ നമ്മൾ എത്ര വിചാരിച്ചാലും ഒരു മരുന്നൊന്നും തേച്ചാലൊന്നും പോകത്തില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ആ ഒരു ഏരിയ ഹൈഡ്രേറ്റ് ചെയ്ത് സപ്പിളാക്കി സൂക്ഷിക്കാൻ നമുക്ക് പറ്റും. ആ നിലയിൽ ഒരു ഐ ജെൽ എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലതാണ്. ദിസ് ലിപ്പ് ഓയിൽ വാസ് റിയലി ഗുഡ്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിപ്സ് ഫെൽറ്റ് ഓക്കെ. അതല്ലാതെ ഒരു ലോങ് ലാസ്റ്റിംഗ് ഒരു ഇഫക്റ്റ് ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ലിപ്പ് ഓയിൽ ഞാൻ അങ്ങനെ ഒരു ഫാൻസി രീതി ചിലപ്പോൾ റീപർച്ചേസ് ചെയ്താലായി. അതല്ലാതെ അടിപൊളി കിടിലം എന്ന നിലയിൽ ഐ മൈറ്റ് നോട്ട് റീപർച്ചേസ് ഇറ്റ്. ബട്ട് ദെൻ ക്വെഞ്ചിന് കുറേ നല്ല പ്രോഡക്ട്സ് ഉണ്ട്. ദെൻ ഐ ഓൾസോ ഹാവ് ദിസ് വൺ ഫ്രം ഹൈഫൻ. സോ ദിസ് ഇസ് ദി റൈസ് വാട്ടർ ബ്രൈറ്റനിങ് സീറം പാഡ്സ്. ഇങ്ങനെ അകത്ത് തുറക്കാനാണ് പാട്. ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്. കോട്ടൺ പാഡ്സ് സോക്ഡ് ഇൻ. ആ ഒരു കോട്ടൺ പാഡ്സ് എടുക്കാനായിട്ട് ഇങ്ങനെ ഒരു എന്താണ് പേര് പറയുക, സാധനത്തിന് എന്താ പേര് പറയുക, തൽക്കാലം യു ഹാവ് ദ ടൂൾ. സോ ദിസ് വൺ കണ്ടെയ്ൻസ് റൈസ് വാട്ടർ, നിയാസിനമൈഡ്, പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ, യൂസു എക്സ്ട്രാക്ട്, ആൽഫ ആബ്യൂട്ടീൻ. ശരിക്കും സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ്. ഇത് ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലും ഉപയോഗിക്കുന്നുള്ളൂ, കാരണം നിയാസിനമൈഡ് ഓൾറെഡി എൻ്റെ റുട്ടീനിൽ ഉള്ളതുകൊണ്ടാണ്. ബട്ട് ഇത് കൊള്ളാം. യാത്രയൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ കൊണ്ടുപോകാം, കാരണം ലീക്കിംഗ് ആയിട്ട് പ്രോബ്ലം ഒന്നുമില്ല, ഗ്ലാസ് അല്ല. സോ ഒരു ക്വിക്കായിട്ട് സ്കിന്നിനും നെക്കിനും ഒരു എനർജി തരാനായിട്ട് അങ്ങനെ കൊണ്ടുപോകാം. സോ ഐ തിങ്ക് ദിസ് ഇസ് എ വെരി ട്രാവൽ ഫ്രണ്ട്ലി ഓപ്ഷൻ ദാറ്റ് വേ. കോട്ടൺ പാഡാണ്. ഞാൻ ചിലപ്പോൾ അത് കുറച്ച് നേരം സ്കിന്നിൽ വെക്കാൻ ഒരു ടെൻഡൻസി കാണിക്കും. ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് എടുത്ത് കളയില്ല. ആ നിലയിൽ ദിസ് എ ഗുഡ് വൺ. സോ ദീസ് ആർ ഓൾ ദ പ്രോഡക്ട്സ്. കുറേ പ്രോഡക്ട്സ് വാരി ഇട്ടിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് ആവശ്യമുള്ള പ്രോഡക്ട്സ് വേണം ഇപ്പം ഞാൻ പാക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും എടുത്തുകൊണ്ട് പോകാനായിട്ട്. എന്തായാലും ദിസ് ഇസ് മൈ ഓണസ്റ്റ് തോട്ട് അബൌട്ട് ഈ പ്രോഡക്ട്സ്. നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഐ വുഡ് ലവ് ടു നോ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.